ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ സ്കൂളിൽ പോകുന്ന മക്കളുള്ളവർക്കോ അല്ലെങ്കിൽ പുറത്ത് ജോലിക്ക് പോകുന്നവർക്കോ ഇനി അതുമല്ല കിച്ചണിൽ കിടന്ന് എപ്പോഴും പണിയെടുക്കാൻ എന്നെപ്പോലെ മടിയുള്ളവർക്കോ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അതായത് ഇനി അടുത്ത 5-6 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പണികളെല്ലാം എളുപ്പത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഒരു ദിവസം കുറച്ച് മെനക്കെട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യുന്നത് പോലെ തോന്നാം. സ്കൂൾ തുറന്നില്ലേ മക്കൾക്ക്, അപ്പോൾ അവരെ ഇനി വിളിച്ചെണീപ്പിക്കണം. നമ്മൾ ഇതുവരെയുള്ള പതിവിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുന്നൊരു സമയമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ പിന്നെ അധികം വലിച്ചു നീട്ടാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ഇതൊക്കെ കാണിക്കുന്നത് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള കാര്യമല്ല കേട്ടോ. ഞാൻ ചെയ്ത് വെക്കുന്ന അന്നത്തെ ദിവസം രാവിലെ തന്നെ ചോറും കറികളൊക്കെ വേഗം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ചോറും പിന്നെ ചീര വറവും ചിക്കൻ കറിയും പിന്നെ എന്താ പറയുക ബീട്രൂട്ട് പച്ചടിയില്ലേ അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാ ഞാൻ എൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. രാവിലെ തന്നെ ഇല്ലേ ഈ കാര്യങ്ങളൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചരി പിന്നെ ഉഴുന്ന് അതേപോലെ തന്നെ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കടലയില്ലേ വെള്ളക്കടല അതും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം കുതിർന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഗ്രീൻ പീസും കടലയും ഫ്രോസൺ ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മൾ കറി വെക്കാനായാലോ അല്ലെങ്കിൽ സലാഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ എളുപ്പത്തിൽ നമുക്കത് ഉപയോഗിച്ചിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ദാ ഞാൻ ഫസ്റ്റ് തന്നെ കടല ഒന്ന് ഫ്രോസൺ ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടല നല്ലോണം കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 വിസിൽ കേൾക്കുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കടല കുക്കായിട്ട് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്ത് ഗ്യാസിൽ ഗ്രീൻ പീസ് ഇല്ലേ അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരുപാട് വെട്ടിത്തിളക്കണ്ട, എന്നാൽ തീരെ ചൂടാവേണ്ടല്ല. വെള്ളം അത്യാവശ്യത്തിന് നല്ല ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇല്ലേ അതിട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രീൻ പീസ് ഇല്ലേ അതിൻ്റെ ആ ഒരു ഗ്രീൻ കളർ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ വേഗം തന്നെ എടുത്തിടേണ്ട ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കർ അപ്പുറത്തും ഗ്രീൻ പീസിൻ്റെ പാത്രം ഇപ്പുറത്തും ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഗ്രീൻ പീസ് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കുക്ക് ചെയ്തെടുക്കണമെന്നില്ല. ഗ്രീൻ പീസ് ഫ്രോസൺ ചെയ്തെടുക്കുന്ന സമയത്ത് പകുതി മാത്രമാണ് കേട്ടോ വെന്ത് കിട്ടേണ്ട ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ ദാ ഇത് മൊത്തത്തിൽ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് അരിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് വേഗം തന്നെ ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ഡ്രൈ ആയി വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. രാവിലെയുള്ള ആ ഒരു ജഗപുക ടൈമിൽ ഇങ്ങനെ ചെയ്ത് വെക്കുന്ന സമയത്തുണ്ടല്ലോ ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ ഉണ്ടാവാൻ. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഗ്രീൻ പീസ് നല്ലോണം ഡ്രൈ ആയി വരട്ടെ. അപ്പോഴേക്ക് ഇതാ നമ്മൾ വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള കടലയില്ലേ അത് നല്ലോണം കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ നമ്മൾ എങ്ങനെയാണോ വേവിച്ചെടുക്കുന്നത് അതേപോലെ ഫുള്ളായിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും വേഗം തന്നെ ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേലെയായിട്ട് പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ മൊത്തത്തിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ മൊത്തത്തിലൊന്ന് തട്ടിയിട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും നമ്മൾ ഒഴിച്ച വെള്ളമില്ലേ അത് ആയി കിട്ടുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നല്ലോണം ഡ്രൈ ആയി കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യം ഒന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോഴേക്ക് നമ്മൾ അരിയും ഉഴുന്നൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. മാവ് സെറ്റാക്കി വെക്കുന്നുണ്ട്. ദോശ, ഇഡ്ഡലി അതേപോലെ തന്നെ വെള്ളപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് മാവ് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ഫസ്റ്റ് തന്നെ ഞാൻ മാഹി തലശ്ശേരി ഭാഗത്തൊക്കെ ഫേമസ് ആയിട്ടുള്ള
പച്ചരിൻ്റെ ദോശയില്ലേ അതിന് വേണ്ടിയിട്ടുള്ള മാവാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 4 കയ്യിൽ പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 കയ്യിൽ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരയാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് നൈസായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ പച്ചരി ദോശൻ്റെ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ദാ അത് അടച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. കറക്റ്റ് അളവിൽ ചോറും പച്ചരിയൊക്കെ ചേർത്ത് അരച്ച് എടുത്ത് സെറ്റാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ദോശ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. എല്ലാ ഭാഗത്തും ഉണ്ടാക്കലുണ്ടോയെന്നൊന്നും അറിയില്ല. നമ്മൾ കണ്ണൂർ, തലശ്ശേരി, മാഹിയിലൊക്കെ ഇത് ഫേമസ് ആണ്. ആർക്കും പറഞ്ഞു കൊടുക്കണമെന്നില്ല, എല്ലാവർക്കും അറിയുന്നതന്നെയായിരിക്കും. നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു മാവ് വെച്ചിട്ടുണ്ടാക്കുന്ന ദോശ. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഇതിപ്പോൾ ഞാൻ അന്നത്തെ ദിവസം രാത്രി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാം. ഇനിയിപ്പോൾ ദാ ഞാൻ വെള്ളാപ്പത്തിനുള്ള മാവാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 3 കയ്യിൽ പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കയ്യിൽ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1.5 കയ്യിൽ നിറയെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിരകിയ തേങ്ങയില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2 ടീസ്പൂണ് പഞ്ചസാരയും പിന്നെ 1/2 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കുറച്ച് മാത്രം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ല നൈസാക്കിയിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ കുഴിയുള്ളൊരു പാത്രത്തിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളാപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എന്താ പറയുക, പുറത്തായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ആഴത്തിലുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ വെള്ളാപ്പത്തിൻ്റെ മാവും അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതടച്ച് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ദാ ഇഡ്ഡലിൻ്റെ മാവാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഫസ്റ്റ് തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉഴുന്നില്ലേ 1 കപ്പ് ഉഴുന്നാണ് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉഴുന്ന് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് ലൂസാവാനും പാടില്ല, എന്നാൽ നല്ല ടൈറ്റ് ആവുകയും ചെയ്യണ്ട. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതേ ജാറിലേക്ക് തന്നെ നമ്മൾ ബാക്കിയുള്ള അരി ഒന്ന് അരച്ചെടുക്കാനുണ്ട്. പച്ചരിയില്ലേ അത് 2 കപ്പ് അളവിൽ പച്ചരി വന്നിട്ട് ബാക്കി ഉണ്ടാവാൻ അത് മൊത്തത്തിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് 1 ഗ്ലാസ് ഉഴുന്നെടുക്കുകയാണെങ്കിൽ 2 മുതൽ 2.5 ഗ്ലാസ് വരെ പച്ചരി വന്നിട്ടാണ് ഞാൻ എടുക്കാറുള്ളത്. മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം 1 കൈ അളവിൽ ചോറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചോറ് കൂടാൻ പാടില്ല, വളരെ കുറച്ച് മാത്രം ചോറാണ് കേട്ടോ ഞാൻ ഇഡ്ഡലിക്ക് ഇട്ട് കൊടുക്കാറുള്ളത്. പിന്നെ അതേപോലെ തന്നെ വെള്ളത്തിലിടുന്ന സമയത്ത് ഉഴുന്ന് വേറെ പച്ചരി വേറെ അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലേ നമ്മളെ ഇഡ്ഡലിൻ്റെ മാവ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ അരക്കുന്ന സമയത്തും ഉഴുന്ന് വേറെ തന്നെ അരച്ചെടുക്കുക. അതേപോലെ തന്നെ അരിയും കുറച്ച് ചോറും കൂടെ ചേർത്തിട്ട് അങ്ങനെ അരച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈവച്ച് തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട്. കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഉഴുന്നും അരിമാവും എല്ലാം കൂടെ പെട്ടെന്ന് തന്നെ യോജിച്ച് കിട്ടുകയും ചെയ്യും. വേഗം തന്നെ നമ്മളെ മാവ് പൊങ്ങി കിട്ടാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഇഡ്ഡലിൻ്റെ മാവും കൂടെ അരച്ച് റെഡിയാക്കിയിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് ഗോതമ്പ് പൊടിയില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പൂരി, അതേപോലെ തന്നെ ചപ്പാത്തി അല്ലെങ്കിൽ ചപ്പാത്തി റോള് അങ്ങനത്തെ പല ഐറ്റംസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാവ് അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഗോതമ്പ് മാവും കൂടെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടിയിലേക്ക് കുറേശ്ശെ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ മാവ് റെഡിയാക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം രാവിലെ തന്നെ എന്തുണ്ടാക്കും എന്ന് വിചാരിച്ചിങ്ങനെ തല പുകയ്ക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവുകളുണ്ടല്ലോ, അപ്പോൾ അതിൽ ഏതാണോ ഇഷ്ടമുള്ളത് അതിനനുസരിച്ചിട്ട് ഓരോ ദിവസം ഓരോന്നങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ ദാ നമ്മൾ ഗോതമ്പ് മാവും കൂടെ നല്ലോണം സോഫ്റ്റായിട്ട് കുഴച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളാപ്പം, ഇഡ്ഡലി, ദോശ പിന്നെ അതേപോലെ തന്നെ പൂരിൻ്റെ മാവ് അതും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പച്ചരിയും ചോറും കൂടിയിട്ടുള്ള ദോശയില്ലേ അതിൻ്റെ മാവും പിന്നെ പൂരിൻ്റെ മാവും കൂടെ വേഗം തന്നെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വെള്ളാപ്പത്തിൻ്റെ മാവും അതേപോലെ തന്നെ ഇഡ്ഡലിൻ്റെ മാവില്ലേ അതും ഫെർമെൻ്റായിട്ട് നല്ലോണം ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിൽ അങ്ങനെ എടുത്ത് വെക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ നമ്മുടെ ദോശൻ്റെയും ഇഡ്ഡലിൻ്റെയും പൂരിൻ്റെ ഒക്കെ മാവ് റെഡിയാക്കുമ്പോഴത്തേക്ക് നമ്മളെ ഗ്രീൻ പീസും കടലൊക്കെ ഇല്ലേ, അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ ഇതാ ഞാൻ നമ്മളെ സിപ്ലോ കവറില്ലേ അതിലേക്ക് എടുത്ത് വെക്കാനാണ് ചെയ്യുന്നത്. സിപ്ലോ കവർ ഇല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇട്ട് അടിച്ചിട്ട് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചാലും മതിയാവും. അപ്പോൾ ദാ ഞാൻ കടലയും ഗ്രീൻ പീസൊക്കെ നമ്മളെ സിപ്ലോ കവറിലിട്ടിട്ട് നന്നായിട്ട് കൈ തട്ടാത്ത രീതിയിൽ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൽ വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ലോണം ഡ്രൈ ആയിട്ടാണ് കേട്ടോ അതിലുള്ള കടലയും ഗ്രീൻ പീസും ഒക്കെ ഉള്ളത്. വെള്ളം ഇല്ലാണ്ട് ഡ്രൈ ആയിട്ട് വെക്കാനായിട്ട് നോക്കാം. ഇനിയിപ്പോൾ ഇതാ ഇത് നേരെ ഫ്രീസറിലേക്ക് എടുത്ത് വെക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കുറേശ്ശെ അങ്ങനെ അതിൽ നിന്ന് എടുത്താൽ മതിയാവുമല്ലോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഇതേപോലെ ചെയ്ത് വെച്ചപ്പോൾ ഉണ്ടല്ലോ എന്തൊരാശ്വാസമാണെന്നറിയോ ഉള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളത്തേക്ക് പണികളാണെന്നല്ലോ ഞാനിപ്പോൾ കുറേശ്ശെങ്കിലും ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന പണികളെ കൂട്ടത്തിൽ ഇതിന് വേണ്ടിയിട്ട് മാത്രം മെനക്കെടണമെന്നില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഇടയിൽ ഓരോരോ കാര്യങ്ങൾ ഇതേപോലെ ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കുമല്ലോ. അങ്ങനെ ഇതാ ഞാൻ നല്ലൊരു നെല്ലിക്ക ഉപ്പിലിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നെല്ലിക്ക ഉപ്പിലിട്ടതൊക്കെ തിന്നിട്ട് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് കുട്ടികളെ ബുക്കൊക്കെ പൊതിയിടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മൂത്ത മോളാണ് കേട്ടോ നേഹയ്ക്ക് വേണ്ടിയിട്ട്, രണ്ടാമത്തെ മോൾക്ക് വേണ്ടിയിട്ട് പൊതിയിട്ട് കൊടുക്കലും സ്റ്റിക്കർ ഒട്ടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് തന്നെ ഒരു കാര്യത്തിന് സമാധാനമുണ്ട്. അപ്പോൾ നമ്മളെ മൂത്ത മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക, ഇളയതുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക മൂത്ത മക്കൾ ചെയ്ത് കൊടുക്കുമല്ലോ. അങ്ങനെ ആവുന്ന സമയത്ത് അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ അത് സ്ട്രോങ് ആവാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് അവരവിടെ പൊതിയിടലും ലാപ്ടോപ്പിൽ എന്തൊക്കെ കണ്ടുകൊണ്ടാണ് പൊതിയിടലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാ ഞാൻ പിന്നെയും കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞൾ പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, ചെറിയ പീസസ് ആക്കിയിട്ട്. അങ്ങനെ ആവുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഈസി ആയിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്ത് വെക്കാന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം തന്നെ തേങ്ങ ചിരകിയത് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ്. എൻ്റെ ആദ്യമുള്ള വീഡിയോസെല്ലാം കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. ഞാൻ മുന്നേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്ത് വെക്കാറുള്ളത്. കുറച്ചധികം തേങ്ങ ചിരകിയത് ഫ്രീസറിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ പുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കറികളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്നേരം തേങ്ങ ചിരകി എടുക്കാതെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച തേങ്ങ ഉണ്ടെങ്കിൽ ഈസി അല്ലേ ഇങ്ങനെ എടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കൈവച്ച് ചിരകിയതല്ല, വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഷോപ്പിൽ കൊടുത്തിട്ട് അങ്ങനെ ചിരകിയെടുക്കാനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നല്ലോണം വിശന്നിട്ടുണ്ടേനും. പിന്നെ ചോറ് തിന്നലെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കിയുള്ള പരിപാടിയെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഒറോട്ടിക്ക് ഉണ്ടാക്കുന്ന അരിയില്ലേ അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടേനു മില്ലിൽ കൊണ്ടുപോയിട്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല വെയിലുള്ള സമയമല്ലേ, അതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് പൊടിപ്പിച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടേന്. ഈ ഒരു അരി പൊടിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ദാ മേലെ കാണുന്ന ആ ഒരു വീഡിയോ ഇല്ലേ അത് കാണാത്തവരെന്തായാലും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ദാ ഒറോട്ടിൻ്റെ പൊടി ഒരു ബോട്ടിലാക്കിയിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് കൗണ്ടർ ടോപ്പിലൊക്കെ അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അതൊന്നും കാര്യമാക്കണ്ട, അത് പെട്ടെന്ന് തന്നെ തുടച്ചെടുത്താൽ തീരാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആട്ടപ്പൊടിയില്ലേ അത് നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പാത്രത്തിലായിട്ട് നമ്മൾ പത്തിരിൻ്റെ പൊടിയില്ലേ അത് ഡബിൾ ഹൗസിൻ്റെ പത്തിരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാറുള്ളത്. അതും ഒരു പാത്രത്തിലേക്ക് നിറച്ച് വെക്കുന്നുണ്ട്. ഒറോട്ടിപ്പൊടി, ആട്ട, മൈദ, അതേപോലെ തന്നെ പുട്ടുപൊടി, പത്തിരിപ്പൊടി ഇതെല്ലാം ഓരോരോ ബോട്ടിലാക്കിയിട്ട് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇല്ലേ ഒറ്റ മിനിറ്റ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരട്ടെ. ഞാനിവിടെ കിച്ചണിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ പറമ്പിൽ 2 ആളെ കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ പെരുന്നാളിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കുട്ടികൾ ഇതൊക്കെ കണ്ട് വലിയ അതിശയം പോലെ ഇങ്ങനെ അവരെ നോക്കുകയും പിന്നെ അവർക്ക് വേണ്ടിയിട്ട് പുല്ല് കൊടുക്കലും വെള്ളം കൊടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട്.
പക്ഷേങ്കിൽ ഒറ്റയ്ക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് പേടിയാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മയും കൂടെ വരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും പണിയെടുക്കുന്നതിനിടയിൽ കുറച്ച് റിലാക്സേഷൻ അല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ കിച്ചണിൽ നിന്ന് അത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന പണികളെല്ലാം കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം. നമുക്കും ഇത് അത്ര വലിയ ശീലമുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്നാലും അതിനെ കാണാനും അതേപോലെ തന്നെ അതിന് വെള്ളം കൊടുക്കലും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളൊരു സംഭവം തന്നെയാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു സ്റ്റിക്കറില്ലേ നേരത്തെ കാണിച്ചെന്ന്, അത് ഓരോ പാത്രത്തിൻ്റെ മൂടിയിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതില്ലേ ചില സമയത്ത് മോള് കിച്ചണിലേക്ക് വന്നിട്ട് ഉമ്മ മൈദ ഏതാ, ഉമ്മ അരിപ്പൊടി ഏതാ, ഉമ്മ അതേതാ ഇതേതാന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കാണ്ട് തന്നെ വേഗം തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ പാത്രത്തിൻ്റെ മേലെയും അതിൻ്റെതായ പേരുകൾ എഴുതി വെച്ചാൽ എല്ലാവർക്കും എളുപ്പമല്ലേ എടുത്ത് ഉപയോഗിക്കാനും വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഒരേപോലെയുള്ള പാത്രങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ വൈറ്റ് കളറുള്ള അരിപ്പൊടി, മൈദ, പിന്നെ പത്തിരിപ്പൊടി ഇതെല്ലാം വൈറ്റ് കളറിലെ ഒരേപോലെയല്ലേ കാണാൻ. തിരക്കിനിടയിൽ നമ്മളോട് തന്നെ മാറിപ്പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഇല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഒഴിവായി കിട്ടാനും വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ എന്താ ഉള്ളിലേക്ക് വരുമ്പോഴേക്ക് മക്കളെ ബുക്സൊക്കെ പൊതിയിടലും നെയിം സ്ലിപ്പ് ഒട്ടിക്കലും അതിലേക്ക് പേരെഴുതലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നോട്ട് ബുക്സും ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ വേറെ തന്നെ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വാട്ടർ ബോട്ടിലും പൗച്ചും ബാഗും ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവർ കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. മക്കളെ കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മൾ ചെയ്തു കൊടുക്കുന്നതിലും നല്ലത് അവരെ തന്നെ ഏൽപ്പിച്ച് അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്യിപ്പിക്കുകയാണെങ്കിലല്ലേ കുറച്ചും കൂടെ ഉത്തരവാദിത്തം അവർക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ബുക്സും കാര്യങ്ങളൊക്കെ ഇല്ലേ അത് അതിൻ്റെതായ ഷെൽഫിലേക്ക് തന്നെ എടുത്തു വെക്കുന്നുണ്ട്. ഇനി എനിക്ക് കിച്ചണിലുള്ള ഒരുക്കി വെക്കൽ പണിയില്ലേ അത് കുറച്ചും കൂടെ ബാക്കിയുണ്ടായിരുന്നു. കുറച്ച് ഗ്രോസറി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിടാനുള്ള പാത്രങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പാത്രങ്ങളൊക്കെ ഇല്ലേ പകൽ നല്ല വെയിലായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. ഒരുപാടൊന്നും ഇല്ല, എന്നാൽ കഴിഞ്ഞ സാധനങ്ങളുടെ പാത്രങ്ങളൊക്കെ ഇല്ലേ അത് കഴുകിയിട്ടാണ് ഞാൻ പിന്നെയും ഫില്ല് ചെയ്യാറുള്ളത്. അങ്ങനെ കഴുകിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു പാത്രങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കട്ടെ. അത് പിന്നെ എന്ത് കാര്യങ്ങളും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. നമ്മൾ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു കൊനിഷ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഈ ഒരു മുത്താറി ഇടുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണെന്നറിയില്ല കേട്ടോ അത് തട്ടി വീണിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. അത് ബാക്കി എന്ത് കാര്യങ്ങളാണെങ്കിലും വേഗം തന്നെ അത് ക്ലീൻ ആക്കിയിട്ട് ബാക്കിയുള്ള പണി ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുക. പക്ഷേ ഇതിങ്ങനെ ഉരുണ്ടുരുണ്ട് കളിക്കുന്നത് കൊണ്ട് അത് അവിടെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ബാക്കിയൊക്കെ ഞാൻ ഫില്ല് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സാധനങ്ങളെല്ലാം ഇട്ട് വെച്ച് പാത്രങ്ങളെല്ലാം അതിൻ്റേതായ സ്ഥാനത്തേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ കയ്യിൽ നിന്ന് തട്ടിപ്പോയ ആ ഒരു മുത്താറിയില്ലേ അത് അന്നേരം തന്നെ ആ കൗണ്ടർ ടോപ്പിൽ നിന്ന് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അതവിടെ തന്നെ ആയിപ്പോവുക. സാധനങ്ങളെല്ലാം ഇട്ട് വെക്കുന്നതിനിടയിൽ ഞാൻ ഒരു കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നേ. കുറച്ച് ഡേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡേറ്റ്സ് ഒക്കെ ഇട്ട് ആ ഒരു ബോട്ടിലും കൂടെ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെതായ സ്ഥാനത്തേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക
സ്കൂളിൽ പോകുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ മക്രോണിയോ പാസ്റ്റയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ലഞ്ച് ഉണ്ടാക്കാനോ ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സമയത്തുള്ള എന്താ പറയുക ഭയങ്കര ഒരു ഹറി ബറിയായിട്ട് ചെയ്യാണ്ട് എളുപ്പത്തിൽ ഇങ്ങനെ കാമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതാ ഞാൻ കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്, പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള പയർ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇല്ലേ ഞാൻ കുറച്ച് പൊട്ടറ്റോ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കട്ടായി പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. ആ വീഡിയോ എങ്ങനെയാണെന്നറിയില്ല, ഫോണിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണെന്നറിയില്ല, വീഡിയോസൊക്കെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ കുറച്ച് പച്ചമുളക് നന്നായിട്ട് കഴുകിയിട്ട് ഡ്രൈ ആക്കിയിട്ട് അതിൻ്റെ നെട്ടൊക്കെ കളഞ്ഞിട്ട് ബോക്സിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലായിട്ട് ടിഷ്യൂ പേപ്പറും കൂടെ വെച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും അതേപോലെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുളകും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ വെള്ളാപ്പത്തിൻ്റെ മാവ്, ഇഡ്ഡലിൻ്റെ മാവൊക്കെ, അതിപ്പോൾ ഇതാ ഈ ഒരു സമയമാകുമ്പോഴേക്ക് നന്നായിട്ട് പൊങ്ങി ഫെർമെൻ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതും കൂടെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ ഇതാ അതിന് മുന്നായിട്ട് തന്നെ അരച്ച കാര്യങ്ങളൊക്കെ റെഡിയാണോ കറക്റ്റാണോ എന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളാപ്പം ഈ ഒരു മാവ് വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഇതാ ഇത് ഇഡ്ഡലിൻ്റെ മാവാണ്. ഇതും നന്നായിട്ട് പൊങ്ങി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മാവൊക്കെ വെച്ചിട്ടുള്ള റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അടിപൊളിയായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ വെള്ളാപ്പം ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ ദാ ഇനി ഇത് നേരെ അടിച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഏത് മാവാണോ ആവശ്യമായിട്ടുള്ളത് അത് ഉണ്ടാക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചാലും മതിയാവും. ഇനിയിപ്പോൾ ഇതാ അങ്ങനെ കിച്ചണിലെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ മോളെ യൂണിഫോമും കാര്യങ്ങളൊക്കെ എടുത്ത് അയൺ ചെയ്യലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഷെമ്മീസും പാൻറ്റീസും ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, ബൈ. ലൈക്ക് ചെയ്യണേ പ്ലീസ്.